3000 രൂപ പരസ്യവിലയുള്ള സാധനം 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കുമ്പോൾ കച്ചവടക്കാരന് 20% ലാഭം കിട്ടുന്നു. വാങ്ങിയ വില എത്ര? 3000 രൂപ പരസ്യവിലയുള്ള സാധനമാണ്. ഇത് 10% വില കിഴിവോടെ വിൽക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കച്ചവടക്കാരന് 20% ലാഭം കിട്ടി. നമുക്ക് വാങ്ങിയ വില കാണണം. അപ്പോൾ ആദ്യം പരസ്യവില തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ശതമാനവും തന്നിട്ടുണ്ട്. ഈ പരസ്യവിലയും ഡിസ്കൗണ്ട് ശതമാനവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിറ്റ വില കാണാം. വിറ്റ വില സമം പരസ്യവില ഇൻറ്റു 100 കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ 100. വിറ്റ വില കാണാൻ സമം പരസ്യവില എത്രയാണ്? 3000 രൂപ. 3000 ഇൻറ്റു 100 ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കുക. ഡിസ്കൗണ്ട് ശതമാനം 10 ആണ്. 100 10 കുറച്ച ഇൻറ്റു 90 ബൈ 100. നമുക്കിതിലത്തെ ഈ 100ഉം 3000ത്തിലത്തെ 2 പൂജ്യവും വെട്ടിക്കളഞ്ഞാൽ ബാക്കി 3 ഇൻറ്റു 9 27. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. അതായത് നമുക്ക് വിറ്റ വില കിട്ടി 2700 രൂപ. ഇപ്പോൾ വിറ്റ വില അറിയാം, നമുക്ക് ലാഭശതമാനം അറിയാം. ഈ വിറ്റ വിലയും ലാഭശതമാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങിയ വില കാണാം. ഇത് മൂന്നും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം ബൈ 100. ഇതിൽ വില കൊടുക്കുക. വിറ്റ വില നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ്? 2700 സമം വാങ്ങിയ വില നമുക്കറിയില്ല, അതാണ് കാണേണ്ടത്. അത് എക്സ് എടുക്കുക. ഇൻറ്റു 100ഉം ലാഭശതമാനം കൂടി കൂട്ടുക. 100ഉം 20ഉം കൂട്ടുമ്പോൾ 120 ബൈ 100. നമുക്കിതൊന്ന് എക്സ് ആണ് കാണേണ്ടത്, അതായത് വാങ്ങിയ വില കാണണം. എക്സ് കാണണമെങ്കിൽ എക്സിൻ്റെ കൂടെ ഉള്ളത് മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മറുഭാഗത്ത് എന്തുണ്ട്? 2700 ഇൻറ്റു 120 ബൈ 100 മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എന്നിട്ടിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി, ഉൾക്രമം ഇട്ടാൽ മതി. ഇപ്പോൾ ഇൻറ്റു 120 ബൈ 100ൻ്റെ അംശവും ഛേദവും തിരിച്ചിട്ട് 100 ബൈ 120. നമുക്ക് ഇവിടെ ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം. ബാക്കി 270 ഇൻറ്റു 100 270 എന്നിട്ടിട്ട് 2 പൂജ്യം ഇട്ടാൽ മതി. അതായത് 27000 ബൈ 12. ഇനി നമുക്ക് ഹരിക്കുക. 27 12 12 24. ബാക്കി 3 30. വീണ്ടും 12 24. ബാക്കി 6 60. I 12 60. പിന്നെ ഒരു 0. അപ്പോൾ എന്താണ് എക്സ്? എന്താണ്? വാങ്ങിയ വില 2250 രൂപ.